ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങും. സൈന്യത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ജമ്മു കാശ്മീരിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ കരസേനാ മേധാവിയായിരിക്കെ ജനറൽ വി.കെ. സിംഗ് ശ്രമിച്ചതായി വെളിപ്പെടുത്തൽ. ജനറൽ ബിക്രം സിംഗ് സേനയുടെ തലപ്പത്ത് വരാതിരിക്കാനും വി.കെ. സിംഗ് നീക്കം നടത്തി. സൈന്യത്തിന്റെ ബോർഡ് ഓഫ് ഓഫീസേഴ്സ് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച രഹസ്യാന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഒരു ഇംഗ്ലീഷ് പത്രമാണ് പുറത്തുവിട്ടത്. എന്നാൽ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അന്വേഷണത്തെ നിയമപരമായി നേരിടുമെന്നും വി.കെ. സിംഗ് പ്രതികരിച്ചു. അതേസമയം വി.കെ. സിംഗിനെതിരായുള്ള റിപ്പോർട്ട് പഠിച്ച ശേഷമേ നടപടി ഉണ്ടാവുകയുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. CBI അന്വേഷണം വേണമോ എന്ന കാര്യം പിന്നീട് തീരുമാനിക്കും. കേന്ദ്ര സർക്കാരിന്റെ അറിവോ അനുമതിയോ ഇല്ലാതെ അതിർത്തിക്കപ്പുറത്ത് രഹസ്യ ഓപ്പറേഷനുകൾ നടത്താൻ വി.കെ. സിംഗ് ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. തന്റെ പിൻഗാമിയായി ചുമതലയേൽക്കേണ്ട ബിക്രം സിംഗിനെതിരെ കരുക്കൾ നീക്കാനും വി.കെ. സിംഗ് സൈന്യത്തിന്റെ പണം ഉപയോഗിച്ചതായി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. വി.കെ. സിംഗിന്റെ കാലത്ത് 2010 രൂപം നൽകിയ ടെക്നിക്കൽ സർവീസ് ഡിവിഷൻ വഴിയാണ് ഈ നീക്കങ്ങൾ നടത്തിയത്. സൈന്യത്തിന്റെ 10 കോടി രൂപയെങ്കിലും വി.കെ. സിംഗ് തന്റെ ദുരൂഹമായ നീക്കങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. കരസേനയുടെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലായ ലഫ്റ്റനന്റ് ജനറൽ വിനോദ് ഭാട്ടിയ അധ്യക്ഷനായ ബോർഡ് ഓഫ് ഓഫീസേഴ്സ് നടത്തിയ അന്വേഷണമാണ് TSDയുടെ ക്രമക്കേടുകൾ കണ്ടെത്തിയത്. TSD അംഗങ്ങൾ സ്വകാര്യ പാസ്പോർട്ടിൽ ദുബായ്, ലണ്ടൻ എന്നിവിടങ്ങളിൽ നിരന്തരം സന്ദർശനം നടത്തിയിരുന്നതായും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഈ നീക്കങ്ങളുടെ രഹസ്യ സ്വഭാവം എന്തായിരുന്നുവെന്ന് മിലിറ്ററി ഇന്റലിജൻസ് വ്യക്തമാക്കിയിട്ടില്ല. റിപ്പോർട്ട് കഴിഞ്ഞ വർഷം പ്രതിരോധ സെക്രട്ടറി ശശികാന്ത് ശർമ്മയ്ക്ക് സമർപ്പിച്ചിരുന്നു. സൈന്യത്തിന്റെ മുൻ മേധാവിയായതുകൊണ്ട് ഇക്കാര്യത്തിൽ കരുതലോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. CBIയെ പോലുള്ള ഏജൻസികളെ കൊണ്ട് ആരോപണം അന്വേഷിപ്പിക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ റിപ്പോർട്ടിന്റെ സംക്ഷിപ്ത രൂപം കേന്ദ്ര പ്രതിരോധ മന്ത്രി A.K. ആന്റണി പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. മീഡിയ 1, ഡൽഹി. സ്പെഷ്യൽ എഡിഷൻ ഈ വിഷയം ചർച്ച ചെയ്യുന്നു എന്ന് BJP നേതാവ് ജോർജ് കുര്യൻ, മാധ്യമപ്രവർത്തകൻ സ്റ്റാൻലി ജോണി എന്നിവർ ഡൽഹിയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. കോൺഗ്രസ് നേതാക്കളായ ടോം വടക്കൻ, M. ലിജു എന്നിവരെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പെഷ്യൽ പ്രോജക്ട് എഡിറ്റർ ജോസി ജോസഫും ടെലിഫോൺ ലൈനിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ജോസി ജോസഫിലേക്ക്. ജോസി ജോസഫ്, കേട്ടുകേൾവി ഇല്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് കരസേനയിൽ നടന്നതായി ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഇത്തരം പ്രവർത്തനങ്ങൾ കരസേനയിൽ ഉണ്ടാകാൻ ഇടയായ സാഹചര്യം? നമ്മുടെ സിസ്റ്റത്തില് ഒരു മിലിറ്ററി ചീഫ് ആയിക്കോട്ടെ, ആർമി, നേവി, എയർഫോഴ്സ് ചീഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്റലിജൻസ് ഏജൻസി ചീഫ് ആയിക്കോട്ടെ, അവർക്കൊക്കെ വളരെയേറെ അധികാരങ്ങളുള്ള പോസ്റ്റുകളാണിത്. അവർക്ക് ഒരുപാട് ഓട്ടോണമി ഉണ്ട്. അവർക്ക് ഒരു ചെറിയ അതിൻ്റെ അകത്തൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന വലിയ കാര്യമില്ല. അവർക്ക് മുകളിൽ മിനിസ്ട്രിയുടെയും പാർലമെന്റിന്റെയും ഓവർസൈറ്റ് ഉണ്ടെങ്കിലും അവർ റെസ്പോൺസിബിൾ ആയിട്ട് ഉത്തരവാദിത്വപൂർവ്വം ഡെമോക്രസിയുടെ, നമ്മുടെ ജനാധിപത്യത്തിന്റെ വലയങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരെ ഈ പോസ്റ്റോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന ഗവൺമെന്റിന്റെ പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന രീതിയിലാണ് വി.കെ. സിംഗ് പ്രവർത്തിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? മുൻപ് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സേനാ മേധാവികൾ ഈ രീതിയിൽ പ്രവർത്തിച്ചതായുള്ള അനുഭവം നമുക്കുണ്ടോ? നമ്മുടെ മിലിറ്ററിയിൽ ചില അബറേഷൻസ് ഉണ്ടായിട്ടുണ്ട്. 1984 ഇന്ദിരാഗാന്ധിയുടെ കൊലയ്ക്ക് ശേഷം സിഖുകാർക്കെതിരെയുള്ള കലാപത്തിന്റെ സമയത്ത് ചില സിഖ് യൂണിറ്റുകളിൽ അവർ ഇതുപോലെ പട്ടാളത്തിന് ഇറങ്ങിപ്പോവുകയും വെടിവെപ്പും ബഹളമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു ചീഫ് ഇത്രയും വലിയ രീതിയിൽ രാഷ്ട്രീയ നീക്കങ്ങൾ, അതായത് ജമ്മു ആൻഡ് കാശ്മീർ ഗവൺമെന്റ് ഇപ്പൊ മാറ്റാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെയുള്ള നീക്കങ്ങൾ ഉണ്ടാക്കിയത് ഒരു പക്ഷേ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്, ഭരണകർത്താക്കൾക്ക് മാത്രമല്ല, എല്ലാ വശത്തുമുള്ള രാഷ്ട്രീയ നേതാക്കൾക്കും ഒരു ശക്തമായ ഒരു വാർണിംഗ് ആണ്. തിരിച്ചു വരാം ജോസി ജോസഫ് താങ്കളിലേക്ക്. BJP നേതാവ് ജോർജ് കുര്യനിലേക്ക്. ശ്രീ ജോർജ് കുര്യൻ, സൈന്യം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് പോലെ ഒരു നീക്കമാണ് നടന്നത് എന്ന വിലയിരുത്തൽ ഉണ്ട്. BJP പ്രതികരിച്ചത് പക്ഷേ ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടത് രാഷ്ട്രീയ പ്രേരിതം ആണ് എന്നാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രതികരണം? കാരണം അതിൻ്റെ സമയം തന്നെ 15-ാം തീയതി കഴിഞ്ഞ ഞായറാഴ്ച റിവാരിയിൽ നരേന്ദ്രമോദിയോടൊപ്പം വി.കെ. സിംഗ് പ്രത്യക്ഷപ്പെട്ടു ഒരു പരിപാടിയിൽ. ഞാനൊന്ന് ചോദിക്കട്ടെ, ടെക്നിക്കൽ സപ്പോർട്ട് ഡിവിഷൻ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി അറിയാതെയാണ് ഉണ്ടായത്? പ്രതിരോധ മന്ത്രിക്ക് എന്തായിരുന്നു പരിപാടി? ഈ സേനാ ചീഫ് ഇത് ചെയ്യുന്ന അവസരത്തിൽ പ്രതിരോധ മന്ത്രി ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം രാജിവെക്കേണ്ടേ പ്രതിരോധ മന്ത്രിയല്ലേ? കഴിഞ്ഞ മാർച്ച് മാസം
2012 മാർച്ച് മാസത്തിൽ AK ആന്റണിയുടെ ഓഫീസിൽ പട്ടാളക്കാരൻ കൊണ്ടുപോയി ഫോൺ ചോർത്തുന്നതിനുള്ള യന്ത്രം വെച്ചു വന്ന് അന്ന് ന്യൂസ് വന്നതാണ്. എവിടെയായിരുന്നു ആന്റണി? ആരാ ഇത് നോക്കേണ്ടത്? ഈ രാജ്യം ഭരിക്കുന്നവരല്ലേ? 2012 ജനുവരി മാസം 19-ാം തീയതി ഇന്ത്യയുടെ ഒരു ബറ്റാലിയൻ പട്ടാളക്കാർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നു. അന്നും VK സിംഗ് ആയിരുന്നു പട്ടാള മേധാവി. അതിനുശേഷം സർക്കാർ നിഷേധിച്ചു. എന്താണ് സംഭവിച്ചത്? ഇവിടുത്തെ സർക്കാർ എവിടെയായിരുന്നു? പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും എവിടെയായിരുന്നു? ഇതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുവാൻ വേണ്ടി പട്ടാളത്തലവൻ ഇവിടുത്തെ സർക്കാർ അറിഞ്ഞുണ്ടാക്കിയിരിക്കുന്ന ഒരു പട്ടാളത്തിൻ്റെ പ്രത്യേക സംവിധാനം ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ജനാധിപത്യത്തിൽ അതിന് ഉത്തരവാദിത്വം പറയേണ്ടത്? ഗുലാം ഹസൻ എന്ന് പറയുന്ന ജമ്മു കാശ്മീരിലെ ഒരു മന്ത്രിക്ക് 1 കോടി രൂപ കൊടുത്തു എന്നാണ് ഇപ്പോൾ ആരോപണം പറയുന്നത്. അത് ശരിയാണോ എന്ന് കണ്ടെത്തണം. അതിൻ്റെ ഉത്തരവാദികൾ ആരായാലും അത് പട്ടാള മേധാവി മാത്രമല്ല. ആദ്യം പറയേണ്ടത് സർക്കാർ പറയേണ്ടത് ടെക്നിക്കൽ സപ്പോർട്ട് ഡിവിഷൻ TSD അത് രൂപീകരിച്ചത് സർക്കാരിൻ്റെ അറിവോടുകൂടിയാണോ? സർക്കാരിനെ പറ്റി പറയുന്നില്ല. എന്തുകൊണ്ട് 2012 ജനുവരി മാസം 19-ാം തീയതി ഇന്ത്യയുടെ ഒരു പട്ടാള ഡിവിഷൻ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തുവെന്നും സർക്കാരിനെ അട്ടിമറിക്കുവാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ അവസരത്തിൽ സർക്കാർ അത് മൂടിവെച്ചു? അത് സർക്കാരിലെ മറുപടി പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വ്യക്തമാണ്. ഇത് നിരന്തരമായിട്ടുള്ള കള്ളപ്രചരണങ്ങൾ ഉണ്ടാക്കുന്ന സർക്കാരിൻ്റെ ഒരു പ്രക്രിയയുടെ ഭാഗം മാത്രമാണ്. ഇത് CAGക്കെതിരെയും CVCക്കെതിരെയും ഇന്റലിജൻസിനെതിരെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീ ജോർജ് കുര്യൻ, പട്ടാളത്തെയും കൂടി തകർക്കുകയാണ്. ശ്രീ ജോർജ് കുര്യൻ, താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത്തരം ഒരു നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതാണ്, പ്രതിരോധ മന്ത്രാലയത്തിന്റെ വീഴ്ചയാണ്, പ്രതിരോധ മന്ത്രി അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതാണ് എന്നൊക്കെയാണ് താങ്കൾ വാദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് BJP എങ്ങനെയാണ് പ്രതികരിക്കുക? അത് അന്വേഷിക്കണം, കൃത്യമായി ഉത്തരവാദികളെ കണ്ടെത്തണം എന്നൊരാവശ്യമല്ലേ സ്വാഭാവികമായും BJP ഉന്നയിക്കേണ്ടത്? അങ്ങനെയല്ല. കഴിഞ്ഞിട്ട് 2012 മാർച്ച് മാസത്തിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള, അന്ന് എനിക്കറിയില്ല വീഡിയോ ഇത് ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ടോ എന്ന്, എല്ലാ പത്രങ്ങളിലും വന്ന ഇന്ത്യയിൽ പ്രതിരോധ മന്ത്രിയുടെ OBC കൊണ്ടുപോയി ഇത് ഫോൺ ചോർത്തുന്നു. വേണ്ട, ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായിരിക്കുന്ന ആ പ്രണബ് കുമാർ മുഖർജിയുടെ ഓഫീസിൽ ചിദംബരത്തിൻ്റെ ആൾക്കാർ കൊണ്ടുവച്ചില്ലേ? ഫോൺ ചോർത്തിയില്ലേ? ഇത് എന്തൊരു സർക്കാരാണ്? ഒരു മന്ത്രിയുടെ OBC കൊണ്ടുപോയി വേറൊരു മന്ത്രി വെക്കുന്നു. ചിദംബരം കൊണ്ടുപോയിട്ട് പ്രണബ് കുമാർ മുഖർജി, അന്ന് അദ്ദേഹം ഫൈനാൻസ് മിനിസ്റ്ററാണ്, കൊണ്ടുപോയി വെക്കുന്നു. ആന്റണിയുടെ OBC കൊണ്ടുപോയിട്ട് കരസേനാ മേധാവി കൊണ്ടുപോയി വെക്കുന്നു. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം 1.5 വർഷം കഴിഞ്ഞ് അന്വേഷിക്കുകയാണ്. അന്ന് എല്ലാവരും അറിഞ്ഞതല്ലേ? എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? ജോർജ് കുര്യൻ, താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സ്റ്റാൻലി ജോണി, യഥാർത്ഥത്തിൽ ജനാധിപത്യ വിശ്വാസികളെ അല്ലെങ്കിൽ ജനാധിപത്യ ക്രമത്തിലെ രാഷ്ട്രീയ കക്ഷികളെ എല്ലാം തന്നെ ഞെട്ടിപ്പിക്കേണ്ട ചില വസ്തുതകളാണ് പുറത്തു വരുന്നത്. VK സിംഗിനെ പരിപൂർണമായും പിന്തുണയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് BJP നീങ്ങുക കൂടി ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഒരു കരസേനാ മേധാവി, ഏത് തരത്തിലുള്ള സേനാ മേധാവിയും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ വളരെ കരുതലോടെ നോക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് BJP ആരോപിക്കുമ്പോൾ, അതായത് പൊതുവെ സൈന്യത്തോട് അങ്ങേയറ്റം ബഹുമാനം സൂക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണ് BJP. പക്ഷേ ഈ സംഭവ വികാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതെപ്പോഴാണ് ഈ റിപ്പോർട്ട് ചോർത്തപ്പെട്ടത്, അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ന് വാർത്തയാക്കിയതോടുകൂടിയാണ് ഈ വിഷയം ചർച്ചയാവുന്നത്. പക്ഷെ ഇതെന്ന് വാർത്തയാക്കി എന്നതിനേക്കാളേറെ ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്തയുടെ അടിസ്ഥാനം തന്നെ പട്ടാളത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതായത് പട്ടാളം തന്നെ നടത്തിയ, പുതിയ മിലിറ്ററി ചീഫ് വന്നതിന് ശേഷം പട്ടാളം തന്നെ നടത്തിയ ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വാർത്ത വന്നിരിക്കുന്നത്. അത്തരമൊരു റിപ്പോർട്ട്, പട്ടാളത്തിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പ്രതിരോധ മന്ത്രാലയവും സമ്മതിച്ചിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ മിലിറ്ററി ചീഫിൻ്റെ സമയത്ത് നടന്നിട്ടുണ്ട് എന്നത്, വളരെ ഗ്രേവ് ആയിട്ടുള്ള വിഷയങ്ങൾ നടന്നിട്ടുണ്ട് എന്നത് നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോട് പറയുന്നത് പട്ടാളം തന്നെയാണ്. അപ്പം എന്നിട്ടും ഈ ജനറൽ സിംഗിൻ്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ജനറൽ സിംഗിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളൊരു നിലപാടിലേക്ക്
പോകുന്നത് BJPയുടെ തന്നെ പ്രഖ്യാപിത നിലപാടുകൾക്ക് കടകവിരുദ്ധമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സ്വാഭാവികമായും കഴിഞ്ഞ ഈ 2013 മാർച്ചിൽ ആണ് ഡിഫൻസ് മിനിസ്ട്രിക്ക് ഇതേപ്പറ്റി റിപ്പോർട്ട് കിട്ടുന്നത്. സ്വാഭാവികമായും വിഷയത്തിൻ്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് AK ആന്റണി ഇത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിന് റെഫർ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തെക്കുറിച്ച് കാര്യമായി ചർച്ച നടത്തുകയും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ശിവശങ്കർ മേനൻ അടക്കമുള്ളവർ ഒന്നിലധികം തവണ പ്രധാനപ്പെട്ട ഉയർന്ന തലത്തിലുള്ള മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചു എന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ എന്നിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ത് നടപടി എടുത്തു എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഓരോ ഇന്ത്യക്കാരൻ്റെ ഉള്ളിൽ നിന്നും ഉയരും. കാരണം ഇത് അത്യന്തം ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പട്ടാള മേധാവി തൻ്റെ കീഴിലുള്ള ഒരു മിലിറ്ററി യൂണിറ്റിൻ്റെ സഹായത്തോടു കൂടി ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ ഡിഫൻസ് മിനിസ്ട്രിയിലെ മറ്റ് ഉദ്യോഗസ്ഥരെ അവരുടെ പ്രവർത്തനങ്ങളും സംഭാഷണങ്ങളും ശേഖരിക്കാനായി, ചാരപ്പണി നടത്താനായി പ്രത്യേക രീതിയിലുള്ള എക്യുപ്മെൻറ്റ് സിംഗപ്പൂരിൽ നിന്ന് വാങ്ങുക എന്നുള്ള കാര്യങ്ങളെല്ലാം, അതുപോലെ ഇത് വളരെ ഇതുവരെ നടന്നിട്ടില്ലാത്ത അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഗ്രേവ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. സ്റ്റാൻലി ജോണി, നരേന്ദ്രമോദിയുമായി വേദി പങ്കിട്ടു, അതിനുശേഷമാണ് ഈ റിപ്പോർട്ട് വരുന്നത്. മാത്രമല്ല, നേരത്തെ CBI ഉപയോഗിച്ച് IB തകർക്കാൻ ശ്രമിച്ചതുപോലെ മിലിറ്ററി ഇന്റലിജൻസിനെ ഉപയോഗിച്ച് അതിനെ തന്നെ തകർക്കാനുള്ള ശ്രമം നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങൾ അതാണ് BJP ഉന്നയിക്കുന്നത്. അത് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന സംശയം ചില കേന്ദ്രങ്ങളിലെങ്കിലും ഉണ്ടാവും. അല്ല, ഇതെങ്ങനെയാണ് മിലിറ്ററി ഇന്റലിജൻസിനെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സാമാന്യ യുക്തി വെച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ മിലിറ്ററി തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സംഘടിപ്പിക്കുന്നു. മിലിറ്ററി തന്നെ പറയുന്നു ഇന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ മിലിറ്ററി ജനറലിൻ്റെ സമയത്തുണ്ടായി. മിലിറ്ററി തന്നെ ഒരു അന്വേഷണ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കുന്നു. ഗവൺമെന്റ് ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടി എടുക്കുകയാണ് വേണ്ടത്. മിലിറ്ററി ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ഹോളി കവ് ഒന്നുമല്ലല്ലോ, ഒരു വിശുദ്ധ പശുവൊന്നുമല്ല. മിലിറ്ററി ഇന്റലിജൻസിനും തെറ്റുപറ്റാം. പട്ടാള മേധാവികളായിട്ടിരിക്കുന്ന ആളുകൾ തെറ്റായ വഴിയിലൂടെ പോകാം. അങ്ങനെ തെറ്റായ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അതിനെതിരെ നടപടി എടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത്. അതിനുവേണ്ട അന്വേഷണം പ്രഖ്യാപിക്കും. ഇപ്പോൾ ഗവൺമെന്റ് ഇന്ന് പ്രതികരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. ഇതിനെതിരെ വളരെ സീരിയസ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുമെന്നാണ് ഡിഫൻസ് മിനിസ്ട്രി സ്പോക്സ് പേഴ്സൺ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾ എത്രയും വേഗം എടുക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഈ വാർത്ത പത്രങ്ങൾക്ക് ലീക്ക് ചെയ്യപ്പെട്ടു കൊടുത്തു, അല്ലെങ്കിൽ ജനങ്ങൾ ഈ വാർത്തയെ പറ്റി അറിഞ്ഞു എന്നത് എന്നെ സംബന്ധിച്ച് ഒരു വിഷയമുള്ള കാര്യമല്ല. കാരണം പട്ടാളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ അറിയുകയാണ് വേണ്ടത്. പട്ടാളത്തെ കൂടുതൽ സുതാര്യവൽക്കരിച്ചാലേ അത് കൂടുതൽ ജനാധിപത്യപരമാവും. മാത്യു കുഴൽനാടൻ കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മാത്യു കുഴൽനാടൻ, ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം, പ്രതിരോധ മന്ത്രാലയത്തിന് 2013 മാർച്ചിൽ ഈ റിപ്പോർട്ട് കിട്ടി. പ്രതിരോധ മന്ത്രാലയം അതിൻ്റെ ഗൗരവം പരിഗണിച്ചത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. പക്ഷേ ഇത്ര കാലത്തിനിടെ യാതൊരു നടപടിയും ആ റിപ്പോർട്ടിൻ്റെ മേൽ ഉണ്ടായില്ല. ജനറൽ VK സിംഗ്, മുൻ കരസേനാ മേധാവി, നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിട്ടതിൻ്റെ തൊട്ടുപിറകെ ഈ റിപ്പോർട്ട് ലീക്ക് ചെയ്യപ്പെട്ടു. ഇത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്നാണ് ഉന്നയിക്കപ്പെടുന്ന ആരോപണം. അല്ല, ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോ ഈ വാർത്ത പുറത്തു വന്നു എന്നതൊഴികെ ആർക്കെങ്കിലും ഓതന്റിക് ആയിട്ട് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യം അറിയും? ഇപ്പോ നരേന്ദ്രമോദിയുടെ ഒപ്പം അദ്ദേഹം വേദി പങ്കിട്ടതിന് ശേഷമാണ് ചെയ്തതെന്നാണല്ലോ ആക്ഷേപം. ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുമ്പ് ഇദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം അണ്ണാ ഹസാരയോടൊപ്പം സർക്കാർ വിരുദ്ധ സമരം നടത്തി. മാർച്ചിൽ റിപ്പോർട്ട് സമർപ്പിച്ചാന്ന് ഇവിടെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. സർക്കാർ ലീക്ക് ചെയ്തോ? നമ്മൾ ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ടും ഇങ്ങനെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെ പറയാൻ കഴിയും? സർക്കാർ, ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ആർമിയുമായി ബന്ധപ്പെട്ട ഇത്രയേറെ സ്വകാര്യതയുള്ള ഒരു സംഗതി ഇതിപ്പോ ഗവൺമെന്റ് ലീക്ക് ചെയ്യുകയാണെങ്കിൽ നോബഡി ഹാവ് ദ കണ്ടന്റ്സ് ഓഫ് ദ റിപ്പോർട്ട്. റിപ്പോർട്ടിലെ ഉള്ള കാര്യം അങ്ങനെയാണെങ്കിൽ അത് വരത്തില്ല. റിപ്പോർട്ട് ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ഇതിനു മുമ്പും ഇത് വന്ന അവിടെ ചില ആർമിയിലെ ചില പ്രൊസീജിയറിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളും എൻക്വയറി ബോർഡ് ഓഫ് ഓഫീസേഴ്സ് ആണ് എൻക്വയറി നടത്തുന്നത്.